ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു റോസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ കോളിഫ്ലവറിൻ്റെ പകുതി നമ്മളെടുത്ത് വെള്ളത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ നമ്മൾ വെച്ചിട്ടുള്ളതാണ്. ഇനി നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം. ഇനി ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് 3 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി തയ്യാറാക്കാനായിട്ട് പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതേ ഉള്ളിയൊക്കെ കുറച്ച് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം മാറുന്ന വരെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് തീയൊന്ന് മീഡിയം ലെവലിലാക്കിയതിന് ശേഷം പൊടി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. പൊടിയൊക്കെ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി അരിഞ്ഞ ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതേ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് മീഡിയം തീയിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ചെറിയൊരു നനവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊരല്പം നേരവും കൂടി നമുക്കിതൊന്ന് തുറന്നു വെച്ച് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി, സ്നേഹമുണ്ട്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും